പ്രിയരെ, എനിക്കുണ്ടായ ചില ശാരീരിക അസ്വാസ്ഥ്യങ്ങളെ തുടർന്ന് 1599 ഉദയംപേരൂർ സൂനകദോസ് കേരള നവോത്ഥാനത്തിൻ്റെ മൂലക്കല്ല് എന്ന ചരിത്ര വിചിന്തനത്തിൻ്റെ 23-ാം ഭാഗത്തിന് ശേഷമുള്ള എപ്പിസോഡുകൾ എനിക്ക് ചെയ്യുവാൻ കഴിഞ്ഞില്ല. എൻ്റെ രോഗ അവസ്ഥയിൽ എനിക്കായി പ്രാർത്ഥിച്ച ഏവർക്കും നന്ദിയുടെ നറുമലരുകൾ അർപ്പിച്ചുകൊണ്ട് ആയതിൻ്റെ 24-ാം ഭാഗത്തേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. 2025 ഏപ്രിൽ 21 ലോകത്തെ ഇരുട്ടിലാക്കിയ ഒരു ദിനമായിരുന്നു. അന്നായിരുന്നു ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ പോപ്പ് ഫ്രാൻസിസ് എന്ന പരിശുദ്ധ പിതാവ് കാലം ചെയ്തത്. ആധുനിക ലോകത്തിന് യേശു ക്രിസ്തുവിൻ്റെ ദർശനങ്ങളെ സ്വന്തം ഇച്ഛാശക്തിയിലൂടെ പരിചയപ്പെടുത്തിയ ലോകാരാധ്യനായ ആ മഹാമനുഷ്യയെ കാണുന്നതിനും അവിടുത്തെ അനുഗ്രഹം തേടുന്നതിനുമായി 2019 ഏപ്രിൽ 17 എൻ്റെ മൂത്ത മകൾ സിന്ധു ആൻ്റണിയും ഭർത്താവായ ബോബി ചീരംവേലിയും മക്കളായ ക്രിസ് ബോബിയും അന്ന ബോബിയും റോമിൽ എത്തിയപ്പോൾ എൻ്റെ മകളായ അന്നയെ പരിശുദ്ധ പിതാവ് കയ്യിലെടുത്ത് ഏറെ ദൂരം യാത്ര ചെയ്തത് എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ച വലിയ ഒരു അനുഗ്രഹമായി ഞാൻ കാണുകയാണ്. അന്ന് വത്തിക്കാൻ ടെലിവിഷനിൽ വന്ന ചിത്രം എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ച ഒരു നിധിയായി ഞങ്ങൾ ഇന്നും സൂക്ഷിച്ചു പോരുന്നു. 2021 മുതൽ വത്തിക്കാൻ റേഡിയോയിലൂടെ ഞാൻ മലയാളത്തിൻ്റെ 2ാം എഴുത്തച്ഛൻ എന്നറിയപ്പെടുന്ന അർണോസ് പാദ്രിയുടെ ഉമ്മാട ദുഃഖം എന്ന വിലാപകാവ്യം വലിയ നോമ്പുകാലത്തെ വെള്ളിയാഴ്ചകളിലൂടെ സംപ്രേഷണം ചെയ്തു തുടങ്ങിയപ്പോൾ പരിശുദ്ധ പിതാവിൻ്റെ ഓഫീസിൽ നിന്നും ആ കാവ്യത്തെക്കുറിച്ചും കവിയെക്കുറിച്ചും ഈ എളിയവനെ സംബന്ധിച്ചുമൊക്കെ ഉള്ള വിവരങ്ങൾ ആരാഞ്ഞതും 2023 എൻ്റെ പാസ്പോർട്ട് വിവരങ്ങൾ ആവശ്യപ്പെട്ടതും പാസ്പോർട്ടില്ല എന്നും പാസ്പോർട്ട് എടുക്കാൻ താല്പര്യമില്ല എന്നും അറിയിച്ചതോടെ എനിക്ക് 79 വയസ്സ് പൂർത്തിയാകുന്ന ദിനത്തിൽ, അതായത് എൻ്റെ 80-ാം ജന്മദിനമായ 2023 ഒക്ടോബർ 16 പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ചുള്ള കാവ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ഈ എളിയവൻ നടത്തുന്ന ഇടപെടലുകളെ അഭിനന്ദിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവിൻ്റെ ഓഫീസിൽ നിന്നും എനിക്ക് പ്രത്യേക ദൂതൻ വഴി എത്തിച്ചു തന്ന പരിശുദ്ധ പിതാവിൻ്റെ അഭിനന്ദന പത്രം മറ്റൊരു വിലപിടിപ്പുള്ള നിധിയായി എൻ്റെ കുടുംബം സൂക്ഷിച്ചു വരികയാണ്. പ്രിയരെ, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹഗാഥയുടെ പൊരുള് ലോകത്തെ ബോധ്യപ്പെടുത്തി കടന്നുപോയ ഈ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായി കാലയൗവനികയ്ക്കുള്ളിൽ മറഞ്ഞ ലോകാരാധ്യനായ ഫ്രാൻസിസ് പാപ്പായുടെ ഓർമ്മകൾക്ക് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് 1599 ഉദയംപേരൂർ സൂനകദോസ് കേരള നവോത്ഥാനത്തിൻ്റെ മൂലക്കല്ല് എന്ന ചരിത്ര വിചിന്തനത്തിൻ്റെ 24-ാം ഭാഗത്തേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. ഇനി നമുക്ക് ശ്രീമാൻ ജോസ് ക്രിസ്റ്റഫർ മാളിയേക്കലിൻ്റെ വിചിന്തനത്തിലേക്ക് കടക്കാം. പോർച്ചുഗീസുകാരും മലബാറും പിന്നെ ഗോവയും. പ്രിയരെ, നമ്മൾ 24-ാം എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. അശോക ചക്രവർത്തിയും ബുദ്ധമത പ്രചരണം. ധർമ്മസങ്കല്പം പ്രചരിപ്പിക്കാൻ അശോകൻ ആഗ്രഹിച്ചു.
അങ്ങനെ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ ഒന്നിപ്പിക്കുന്നതിനും സമാധാനപരമായ സഹവർത്തിത്വത്തിൻ്റെയും സാർവത്രിക സാഹോദര്യത്തിൻ്റെയും ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ധർമ്മസങ്കല്പം പ്രചരിപ്പിക്കാൻ അദ്ദേഹം മിഷണറിമാരെ അയച്ചു. അദ്ദേഹം ലുംബിനിയയിലേക്കും ബോധ്ഗയയിലേക്കും തീർത്ഥാടനങ്ങൾ നടത്തി. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലേക്കും അതിർത്തികൾക്കപ്പുറത്തേക്കും സന്യാസിമാരെ ഉപദേശിക്കാൻ അയച്ചു. വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ വേണ്ടത്ര പരിചയമുണ്ടായിരുന്നതിനാൽ അവയിൽ ചിലത് സന്യാസ സമൂഹത്തിന് ശുപാർശ ചെയ്തു. അശോകന്റെ ജീവിതത്തിലെ ഏറ്റവും സ്വാധീന ശക്തി ബുദ്ധമതമായിരുന്നുവെന്നും തൻ്റെ പ്രജകളും തൻ്റെ മതം സ്വീകരിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നുവെന്നും വ്യക്തമാണ്. അദ്ദേഹം ലുംബിനിയയിലേക്കും ബോധ്ഗയയിലേക്കും തീർത്ഥാടനങ്ങൾ നടത്തി. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലേക്കും അതിർത്തികൾക്കപ്പുറത്തേക്കും സന്യാസിമാരെ അയച്ചു. വിശുദ്ധ ഗ്രന്ഥങ്ങളായ ത്രിപിടിക, വിനയപിടിക, സൂത്തപിടിക, അഭിധമ്മ പിടിക അദ്ദേഹത്തിന് വേണ്ടത്ര പരിചയം ഇവയിലൊക്കെ ഉണ്ടായിരുന്നു. അവയിൽ ചിലത് സന്യാസ സമൂഹത്തിന് ശുപാർശ ചെയ്തു. ഒരു ബുദ്ധമതക്കാരനെന്ന നിലയിൽ തൻ്റെ കടമകളുടെ ഭാഗമായി അശോകൻ താൻ സ്ഥാപിച്ച പരിഷ്കാരങ്ങളെ കണ്ടിരുന്നുവെന്നും വളരെ വ്യക്തമാണ്. എന്നാൽ അദ്ദേഹം ഉത്സാഹഭരിതനായ ഒരു ബുദ്ധമതക്കാരനായിരുന്നെങ്കിലും സ്വന്തം മതത്തോട് പക്ഷപാതപരമോ മറ്റ് മതങ്ങളോട് അസഹിഷ്ണുതയോ കാണിച്ചില്ല. ബുദ്ധമതത്തിൻ്റെ ദാർശനിക വശങ്ങളെക്കുറിച്ച് ശാസനങ്ങളിൽ ഒന്നും പറയുന്നില്ലാത്തതിനാൽ അശോകന് ധർമ്മത്തെക്കുറിച്ച് ലളിതവും നിഷ്കളങ്കവുമായ ഒരു ധാരണ ഉണ്ടായിരുന്നുവെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ശാസനകളുടെ ഉദ്ദേശം ബുദ്ധമതത്തിൻ്റെ സത്യങ്ങൾ വിശദീകരിക്കുകയല്ല, മറിച്ച് അശോകന്റെ പരിഷ്കാരങ്ങളെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കുകയും അവരെ കൂടുതൽ ഉദാരമതികളും ദയയുള്ളവരും ധാർമ്മികരുമായിരിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു എന്ന വസ്തുത ഈ വീക്ഷണം കണക്കിലെടുക്കുന്നില്ല. അശോകന്റെ ശാസനങ്ങൾ ഇന്ത്യ, നേപ്പാൾ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ 30-ലധികം സ്ഥലങ്ങളിൽ അശോകന്റെ ശാസനങ്ങൾ ചിതറിക്കിടക്കുന്നു. അവയിൽ ഭൂരിഭാഗവും ബ്രാഹ്മി ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്. അതിൽ നിന്നാണ് എല്ലാ ഇന്ത്യൻ ലിപികളും തെക്ക് കിഴക്കൻ ഏഷ്യയിൽ ഉപയോഗിച്ചിരുന്ന പലതും പിന്നീട് വികസിച്ചത്. ഉപഭൂഖണ്ഡത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് കണ്ടെത്തിയ ശാസനകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ ഒരുതരം മാഗധിയാണ്. ഒരുപക്ഷെ അശോകന്റെ കൊട്ടാരത്തിൻ്റെ ഔദ്യോഗിക ഭാഷയായിരിക്കാം ഇതെന്ന് കരുതപ്പെടുന്നു. ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് കണ്ടെത്തിയ ശാസനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ സംസ്കൃതത്തോടടുത്താണ്. എന്നിരുന്നാലും അഫ്ഗാനിസ്ഥാനിലെ ഒരു ദ്വിഭാഷാ ശാസനം അരാമിക്, ഗ്രീക്ക് ഭാഷകളിൽ എഴുതിയിട്ടുണ്ട്. വലിയ പാറകളിലും ഉയർന്ന സ്തംഭങ്ങളിലും പാറ തുരന്നുണ്ടാക്കിയ ഗുഹകളുടെ ഭിത്തികളിലും വ്യത്യസ്തങ്ങളായ ശിലാഫലകങ്ങളിലും അശോകൻ ശാസനങ്ങൾ കൊത്തി വയ്പ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭരണകാലം തുടങ്ങിയതിൻ്റെ 13ഉം 14ഉം ഭരണവർഷങ്ങളിൽ, അതായത് ക്രിസ്തുവിന് മുൻപ് 255 ഇവ തയ്യാറാക്കപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത്. 14 വർഷം നീണ്ടുനിന്ന മതപ്രചരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം തൻ്റെ മതപരമായ ആശയങ്ങളും ബുദ്ധമതത്തെപ്പറ്റിയുള്ള വിശകലനങ്ങളും മാനവ സമൂഹത്തിന് ഉതകത്തക്കവണ്ണം ഒരിക്കലും നാശം വരാതെ പരിരക്ഷിക്കാൻ അശോകൻ ആഗ്രഹിച്ചതിൻ്റെ ഫലമാണ് ശാസനങ്ങൾ. ഇവയിലെ ലേഖനങ്ങളുടെ ഭാഷ പ്രാകൃതമാണ്. പഞ്ചനദ്, പഞ്ചാബ് പ്രദേശങ്ങളിലെ 2 ശാസനങ്ങൾ മാത്രം ഗരൗഷ്മി ലിപിയിലും മറ്റുള്ളവയെല്ലാം ബ്രാഹ്മി ലിപിയിലുമാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. മഗധ സാമ്രാജ്യത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് പ്രദേശങ്ങൾ ഗ്രീക്കുകാരുടെയും പേർഷ്യക്കാരുടെയും അറബികളുടെയും സിറിയക്കാരുടെയും രാജ്യങ്ങൾക്ക് സമീപമായതുകൊണ്ടായിരിക്കാം ആ നാട്ടുകാർക്ക് വായിക്കാൻ എളുപ്പമുള്ള ഗരോഷിയിൽ
അവിടെയുള്ളവ എഴുതി വെച്ചത്. ബ്രാഹ്മി ഇപ്പോഴത്തെ ദേവനാഗരികയുടെ മാതൃലിപിയാണ്. പ്രത്യേകിച്ച് ഈ തൂണുകൾ പുരാതന ഇന്ത്യൻ നാഗരികതയുടെ സാങ്കേതികവും കലാപരവുമായ പ്രതിഭയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു. അവയിൽ ലിഖിതങ്ങളുള്ള 10 മാത്രമേ ഇപ്പോൾ നിലനിൽക്കുന്നുള്ളൂ. ശരാശരി 40 മുതൽ 50 അടി വരെ ഉയരവും ഓരോന്നിനും 50 ടൺ വരെ ഭാരവുമുള്ള എല്ലാ തൂണുകളും വാരണാസിക്ക് തൊട്ട് കിഴക്കായി ചുനാറിൽ നിന്ന് ഖനനം ചെയ്യപ്പെട്ടിട്ടുള്ളവയാണ്. ഗർജിക്കുന്ന സിംഹം, ആരോഗ്യപൂർണനായ ഒത്ത ഒരു കാള അല്ലെങ്കിൽ ഒരു കുതിര, അവശേഷിക്കുന്ന ചുരുക്കം ചില തലസ്ഥാനങ്ങൾ ഇന്ത്യൻ കലയുടെ മാസ്റ്റർ പീസുകളായി പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. നൂറ്റാണ്ടുകളായി പ്രകൃതിയുമായി സമ്പർക്കം പുലർത്തിയിട്ടും നിലനിൽക്കുന്ന ശ്രദ്ധേയമായ ഒരു കണ്ണാടി പോലുള്ള മിനുസമാണ് തൂണുകളും തലസ്ഥാനങ്ങളും പ്രകടിപ്പിക്കുന്നത്. ലുംബിനി സ്തംഭം പോലുള്ള ചിലത് ബുദ്ധൻ്റെ ജന്മസ്ഥലത്തെ അടയാളപ്പെടുത്തുന്നു. അതേസമയം അതിലെ ലിഖിതങ്ങൾ അശോകൻ്റെ ആ സ്ഥലത്തേക്കുള്ള തീർത്ഥാടനത്തെ അനുസ്മരിക്കുന്നു. മറ്റുള്ളവ പ്രധാനപ്പെട്ട ജനവാസ കേന്ദ്രങ്ങളിലോ സമീപത്തോ ഉറപ്പിച്ചിട്ടുള്ളതിനാൽ അവയുടെ ശാസനകൾ കഴിയുന്നത്ര ആളുകൾക്ക് വായിക്കാൻ കഴിയും. പുരാതന ലോകത്തിലെ രാജകീയ ശാസനങ്ങളോ വിളംബരങ്ങളോ സാധാരണയായി എഴുതിയിരുന്ന ശൈലിയിലുള്ള ഭാഷയിലല്ല, മറിച്ച് അശോകൻ്റെ സ്വന്തം വാക്കുകളിലാണ് എഴുതിയതെന്നതിൽ സംശയമില്ല. വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് വിശദീകരിച്ച് കൊടുക്കുന്നത് പോലെ അശോകൻ്റെ ശൈലി അല്പം ആവർത്തിക്കുന്ന തരത്തിലുള്ളതാണ്. അശോകൻ താൻ ചെയ്ത നല്ല പ്രവൃത്തികളെ പലപ്പോഴും പരാമർശിക്കുന്നു. വീമ്പിളക്കുന്ന രീതിയിലല്ലെങ്കിലും വായനക്കാരെ തൻ്റെ ആത്മാർത്ഥത ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. അശോകൻ തൻ്റെ പ്രജകളോട് തൻ്റെ മക്കളെപ്പോലെയാണ് അവരെ കണ്ടതെന്നും അവരുടെ ക്ഷേമമാണ് തൻ്റെ പ്രധാന പരിഗണനയെന്നും പറയുന്നു. കലിംഗ യുദ്ധത്തിന് ശേഷം അദ്ദേഹം ക്ഷമ ചോദിക്കുകയും തൻ്റെ സാമ്രാജ്യത്തിൻ്റെ അതിരുകൾക്കപ്പുറത്തുള്ള ആളുകളോട് ഇനി രാജ്യവിപുലീകരണം ഉദ്ദേശമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. സങ്കീർണമായ ഒരു സമൂഹം അഭിമുഖീകരിച്ച ചില പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമമായ ധർമ്മത്തെക്കുറിച്ചുള്ള അശോകൻ്റെ വീക്ഷണത്തെ ലിഖിത ശാസനങ്ങൾ വിശദമായി വിവരിക്കുന്നു. ശാസനകൾ അനുസരിച്ച് ഈ കാലഘട്ടത്തിലെ ബുദ്ധമത പരിവർത്തനത്തിൻ്റെ വ്യാപ്തി മെഡിറ്ററേനിയൻ വരെ എത്തി. കൂടാതെ നിരവധി ബുദ്ധമത സ്മാരകങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ശാസനങ്ങളെ ഇങ്ങനെ തിരിച്ചിരിക്കുന്നു: സ്തംഭശാസനങ്ങൾ. പ്രധാന ശിലാശാസനങ്ങൾ 14 ഒഡീഷയിൽ നിന്ന് കണ്ടെത്തിയ 2 വ്യത്യസ്ത ശാസനങ്ങൾ. പ്രധാന ശിലാശാസനങ്ങൾ, ചെറിയ ശിലാശാസനങ്ങൾ, രാജ്ഞിയുടെ ശാസന, ബരാബർ ഗുഹകളുടെ ലിഖിതങ്ങൾ, കാണ്ഡഹാർ ദ്വിഭാഷ ലിഖിതം. ഹിന്ദുമതത്തിലെന്നതുപോലെ ധർമ്മം, നിയമം എന്ന് വിളിക്കപ്പെടുന്ന ബുദ്ധമത തത്വചിന്തയോടുള്ള അശോകൻ്റെ ഉറച്ച നിലപാടിനെ ഈ ലിഖിതങ്ങൾ പ്രഖ്യാപിക്കുന്നു. തൻ്റെ രാജ്യത്തുടനീളം ബുദ്ധധർമ്മം വികസിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളെ ലിഖിതങ്ങൾ കാണിക്കുന്നു. ബുദ്ധമതത്തെയും ഗൗതമ ബുദ്ധനെയും കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടെങ്കിലും ശാസനങ്ങൾ പ്രത്യേക മതപരമായ ആചാരങ്ങളെയോ ബുദ്ധമതത്തിൻ്റെ ദാർശനിക മാനത്തെയോ ആശ്രയിക്കുന്നതിന് പകരം സാമൂഹികവും ധാർമ്മികവുമായ പ്രമാണങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇവ പൊതുസ്ഥലങ്ങളിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. ആളുകൾക്ക് വായിക്കാൻ വേണ്ടിയായിരുന്നു ഇത്. ഈ ലിഖിതങ്ങളിൽ അശോകൻ തന്നെ ദൈവങ്ങളുടെ പ്രിയപ്പെട്ട ദാസൻ ദേവാനമ്പിയദാസി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 1915 കർണാടകയിലെ റായ്ചൂർ ജില്ലയിലെ മാസ്മി എന്ന ഗ്രാമത്തിൽ നിന്ന് ബ്രിട്ടീഷ് സ്വർണ്ണഖനി എഞ്ചിനീയർ സി ബീഡോൺ കണ്ടെത്തിയ ഒരു ലിഖിതം ദേവാനമ്പിയദാസിയെയും അശോകനെയും തിരിച്ചറിയുന്നത് സ്ഥിരീകരിച്ചു. മധ്യപ്രദേശിലെ ദാതിയ ജില്ലയിലെ ഗുജാര ഗ്രാമത്തിൽ മറ്റൊരു ചെറിയ ശിലാശാസനം കണ്ടെത്തി. ഇത് സാധാരണ ദേവാനമ്പിയദാസി എന്നതിന് പുറമെ അശോക എന്ന പേരും കാണിക്കുന്നു. ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്ത് കാണപ്പെടുന്ന ലിഖിതങ്ങൾ
ബ്രാഹ്മി ലിപി ഉപയോഗിച്ച് മാഗധി പ്രാകൃതത്തിൽ എഴുതിയതാണ്. ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനും ചരിത്രകാരനുമായ ജെയിംസ് പ്രിൻസപ്പ് ഈ ശാസനങ്ങൾ വ്യാഖ്യാനിച്ചു. ലിഖിതങ്ങൾ ആവർത്തിച്ചുള്ള ചില വിഷയങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. അശോകന്റെ ബുദ്ധമതത്തിലേക്കുള്ള പരിവർത്തനം, ബുദ്ധമതം പ്രചരിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളുടെ വിവരണം, അദ്ദേഹത്തിൻ്റെ ധാർമ്മികവും മതപരവുമായ പ്രമാണങ്ങൾ, അദ്ദേഹത്തിൻ്റെ സാമൂഹികവും മൃഗക്ഷേമ പരിപാടിയും, പരസ്പരം മതത്തോടുള്ള ജനങ്ങളുടെ ഭരണവും പെരുമാറ്റവും സംബന്ധിച്ച അശോകന്റെ ആശയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഈ ശാസനകൾ. അശോകൻ ബുദ്ധമതക്കാരെയും ബുദ്ധമതക്കാരല്ലാത്തവരെയും മതസമ്മേളനങ്ങൾക്ക് ക്ഷണിച്ചു. പുണ്യ മതഗ്രന്ഥങ്ങൾ രചിക്കാൻ അദ്ദേഹം ബുദ്ധ സന്യാസിമാരെ പ്രചോദിപ്പിക്കുകയും അതിനായി എല്ലാത്തരം സഹായങ്ങളും നൽകുകയും ചെയ്തു. ബൗദ്ധിക കേന്ദ്രങ്ങൾ വികസിപ്പിക്കാനും അശോകൻ സഹായിച്ചു. സാഞ്ചി, മഹാബോധി ക്ഷേത്രം എന്നിവ നിർമ്മിക്കാൻ അശോകൻ സഹായിച്ചു. ബുദ്ധമതക്കാരല്ലാത്തവർക്കും സംഭാവനകൾ നൽകി. ശ്രമണന്മാരെയും ബുദ്ധമത സന്യാസിമാർ, ബ്രാഹ്മണന്മാരെയും വേദസന്യാസിമാർ അശോകൻ സഹായിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. പാടലീപുത്രത്തിൽ, ഇന്നത്തെ പാട്ന, മൂന്നാം ബുദ്ധമത കൗൺസിൽ ക്രിസ്തുവിന് മുൻപ് 250 സംഘടിപ്പിക്കാനും അശോകൻ സഹായിച്ചു. അശോകന്റെ ആത്മീയ ഗുരുവായ മെഗലിപുത്ത തിസ എന്ന സന്യാസിയാണ് ഇത് നടത്തിയത്. അശോകന്റെ മതപരിവർത്തനം, ബുദ്ധമതം പ്രചരിപ്പിക്കുന്നതിനായി മെഡിറ്ററേനിയൻ വരെയുള്ള ഹെലനിസ്റ്റിക് രാജാക്കന്മാരിലേക്കും ഇന്ത്യയിലുടനീളമുള്ള ജനങ്ങളിലേക്കും അദ്ദേഹം ദൂതന്മാരെ അയച്ചതായി അശോകൻ വിശദീകരിക്കുന്നു. അവരെല്ലാം ധർമ്മത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടുവെന്ന് അവകാശപ്പെടുന്നു. ബാക്ട്രിയ മുതൽ ഗ്രീസ്, വടക്കേ ആഫ്രിക്ക, അലക്സാണ്ടർ ചക്രവർത്തിയുടെ വിജയത്തിൻ്റെ അവകാശികളായ അക്കാലത്തെ ഗ്രീക്ക് ഭരണാധികളെയും അദ്ദേഹം പേരെടുത്ത് പറയുന്നു. അക്കാലത്തെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ കാണിച്ചുകൊണ്ട് അദ്ദേഹം അത് വ്യക്തമാക്കുന്നു. ധർമ്മസങ്കല്പം പ്രചരിപ്പിക്കാൻ അശോകൻ ആഗ്രഹിച്ചു. അങ്ങനെ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ ഒന്നിപ്പിക്കുന്നതിനും സമാധാനപരമായ സഹവർത്തിത്വത്തിൻ്റെയും സാർവത്രിക സഹോദരത്തിൻ്റെയും ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ധർമ്മസങ്കല്പം പ്രചരിപ്പിക്കാൻ അദ്ദേഹം മിഷണറിമാരെ അയക്കുന്നു. അശോകന്റെ ശാസനപ്രകാരം അശോകന്റെ ധർമ്മം ഒരു മതമോ മതവ്യവസ്ഥയോ അല്ല, മറിച്ച് ഒരു ധാർമ്മിക നിയമമാണ്, പൊതു പെരുമാറ്റച്ചട്ടം. ധർമ്മം പൂർണ്ണമായും സാർവത്രികമായിരുന്നു. എല്ലാ മതങ്ങളുടെയും സത്തയായി സാർവത്രികമായി പ്രയോഗിക്കാനും അംഗീകരിക്കാനും കഴിവുള്ളതായിരുന്നു. അശോകൻ തൻ്റെ ധർമ്മ മഹാമത്തുകളിലൂടെ തൻ്റെ സാമ്രാജ്യത്തിൽ ധർമ്മത്തിൻ്റെ പ്രചാരണത്തിനായി ചില നടപടികൾ സ്വീകരിച്ചു. നിയന്ത്രണത്തിലൂടെ ധർമ്മം ഏറ്റെടുത്തു. അശോകന്റെ ആദർശത്തിൻ്റെ ഉറവിടം അദ്ദേഹത്തിൻ്റെ ധർമ്മമായിരുന്നു. കാരണം അദ്ദേഹം കരുതുന്നു ഇത് ധാർമ്മിക തത്വങ്ങളുടെയും മാനുഷിക ആദർശങ്ങളുടെയും ഒരു സംഹിതയാണ്, അതിൻ്റെ സാർവത്രികമാനവും. അതിനാൽ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ ഒന്നിപ്പിക്കുന്നതിനും സമാധാനപരമായ സഹവർത്തിത്വത്തിൻ്റെയും സാർവത്രിക സാഹോദര്യത്തിൻ്റെയും ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ധർമ്മം എന്ന ആശയം പ്രചരിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ധർമ്മവും ബുദ്ധന്റെ ഉപദേശങ്ങളും പ്രചരിപ്പിക്കുന്നതിനായി അദ്ദേഹം 9 മിഷണറിമാരെ അയച്ചു. ഉപസംബദ്ധം പട്ടാഭിഷേക ചടങ്ങ് നടത്താൻ കഴിയുന്ന തരത്തിൽ ഓരോ മിഷണറിയും 5 സിദ്ധാന്തങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു. പ്രിയരെ, ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഇതുവരെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും